ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ദ്വാരപാലക ശില്പങ്ങൾ പുറത്തുപോയതും ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് കരുതാനാവില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ പുറത്തു കൊണ്ടുപോയത് ബോർഡിന്റെ വീഴ്ചയാണ്. ഇതിൽ അന്വേഷണം വേണമെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഹരിമോഹനോട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, നിർണായകമായ വിജിലൻസ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ദേവസ്വം ബോർഡിനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് രണ്ടാമത്തെ FIR SIT ഇട്ടതും. ഹരി, തീർച്ചയായിട്ടും അരുൺ, വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെതിരെ അതിഗുരുതരമായ കണ്ടെത്തലാണ് ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പ്രസക്തമായി നമുക്ക് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം ചട്ടം നിലനിൽക്കൊണ്ടാണ് അല്ലെങ്കിൽ ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പതിച്ച ചെമ്പുതകിടുകൾ അറ്റകുറ്റപ്പണികൾക്കും സ്വർണം പൂശുന്നതിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതും സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതും എന്നുള്ളത് എടുത്തു പറയുന്നു. 27/2019 കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗങ്ങൾ 49 ദിവസം കഴിഞ്ഞാണ് തിരികെ ശബരിമലയിൽ എത്തിച്ചത്. നിയമവിരുദ്ധമായാണ് ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഇക്കാര്യം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മാത്രമായി ഇത് ചുരുക്കി കാണാൻ ദേവസ്വം വിജിലൻസ് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കൃത്യം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താൽപര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൌരവമായി അന്വേഷിക്കേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതി ചേർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ദേവസ്വം പ്രത്യേക അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നതും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ ഈ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് പത്മകുമാർ നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദമോ നിർദ്ദേശമോ പ്രേരണയോ ആകാം ഉദ്യോഗസ്ഥർ ഇപ്രകാരം ഈ ചട്ടലംഘനം നടത്തിയത് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഗൌരവമായി അന്വേഷിക്കേണ്ടതാണ്. ദ്വാരപാലക ശില്പപാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണ്. തുടർ നടപടി വേണ്ടതാണ് എന്നുകൂടി ദേവസ്വം വിജിലൻസ് പറയുന്നുണ്ട്. അതായത് ബോർഡിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് കൃത്യമായി ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ FIR-ൽ ഇതിൽ കൃത്യമായി ദേവസ്വം ബോർഡ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. 8ാമത്തെ പ്രതിയായി ദേവസ്വം ബോർഡ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിലവിലെ സാഹചര്യത്തിൽ പത്മകുമാർ പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതിക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളത്. അതുമാത്രമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി UB ഗ്രൂപ്പിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയ കാര്യവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശബരിമലയിൽ സ്വർണ്ണ ജോലികൾ ചെയ്ത തിരുപ്പതി സ്വദേശികളായ 2 പേരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതായത് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുതകിടുകൾ അശ്രദ്ധമായും നിരുത്തരവാദപരമായും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതുവഴി കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ആ സമയത്തെ ഉദ്യോഗസ്ഥരുടെ എല്ലാം പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ പേരുകളിൽ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് മുരാരി ബാബു ആണ്. ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. അതിനുശേഷം ഈ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന കാലയളവിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായി മാറുകയും ചെയ്തു മുരാരി ബാബു. അതായത് സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു ഇപ്പോൾ. അതായത് ആ സമയത്തുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുന്നത്. 9 ഉദ്യോഗസ്ഥർ, ആ 9 ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇന്നലെ പ്രതി ചേർക്കപ്പെട്ട ആ 9 ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. അത് ഒരിക്കൽ കൂടി പറയാം. മുരാരി ബാബു കൂടാതെ മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽ കുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള D സുധീഷ് കുമാർ, മുൻ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള അതായത് ആ സമയത്ത് ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള R ജയശ്രീ, മുൻ തിരുവാഭരണ കമ്മീഷണർ ആയിട്ടുള്ള KS ബൈജു, അതിനുശേഷം ഈ പാളികൾ കൈമാറുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവരുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണർ ആയിട്ടുള്ള RG രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന രാജേന്ദ്രൻ നായർ, പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള ശ്രീകുമാർ. ഇത്രയും പേർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥരുടെ പേരുകളായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെയാണ് പൂർണ്ണമായും പ്രേരണയോ സമ്മർദ്ദമോ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുകൂടി ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത്. അരുൺ, താങ്ക് യു. അങ്ങനെ ബോർഡിനെ സംശയ നിഴലിലാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്
ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സർക്കാരിനെ പ്രതിരോധമായി എടുക്കാൻ പോകുന്നതും. ഞങ്ങൾ കൊടുത്ത ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. SIT തന്നെ രണ്ടാമത്തെ FIR ഇടുമ്പോൾ അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ തന്നെ പ്രതിയായി എത്തുന്നു, 8ാമത്തെ പ്രതിയായി. ഇതായിരിക്കും സർക്കാരിന്റെ പ്രതിരോധം. എന്നാൽ മറുഭാഗത്ത് ശബരിമലയുടെ ചരിത്രത്തിൽ ഇതാദ്യമായൊരു സ്വർണ്ണമോഷണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപ്പാടെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആദ്യമാണ് എന്നുള്ളതായിരിക്കും പ്രതിപക്ഷം എടുത്തു കാണിക്കാൻ പോകുന്നത്.